അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും ഉണർവോടെ ഉത്സാഹത്തോടെ ഈ ഉഷസ്സിനെ വരവേൽക്കുകയാണ് നമ്മൾ. എന്താണ് ഉണർവ്, ഉത്സാഹം എന്നൊക്കെ പറയണത്? ഈ ഉത്സാഹം എന്നൊക്കെ പറയണത് ഒരു ക്രിസ്ത്യൻ ടേമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്തൂസിയാസം എന്നാണ്. എന്തൂസിയാസത്തിന് പിരിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് എന്തൂസിയാസം, തെയോസ്. അതിനകത്ത് എന്നത് വെച്ചാൽ ഇൻ, തെയോസ് മീൻസ് ഗോഡ്. ഇപ്പം ദൈവം ഒരാളുടെ ഉള്ളിൽ കയറുമ്പോഴാണ് അവന് പ്രസരിപ്പുണ്ടാകുന്നത്. ദൈവത്തിൽ നിന്നാണ്, അല്ലാതെ സ്മോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൂസിയാസം അല്ല. എല്ലാ വാക്കിനും ഒരു ആധ്യാത്മികമായ ദൈവചരിത്രമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൂസിയാസം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഉഷസ്സിൻ്റെ ഉണർവുണ്ടാകട്ടെ, ഉത്സാഹം ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് വാസുദേവി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇവിടെ നിയോഗം പറയണം, നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവ് ഇന്നത്തെ നിയോഗത്തിൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പാവും, ദൈവത്തിന് ഉറപ്പാവും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചുതരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജീവിത ആവശ്യത്തിന് വേണ്ടി, ഇതാണ് അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്, ഈ പ്രയറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സഞ്ചാരപഥങ്ങളെ കർത്താൻ സമർപ്പിക്കാൻ പോവുകയാണ്. സഞ്ചാരപഥങ്ങൾ മാത്രമല്ല, നമ്മൾ കാലുകൊണ്ട് മാത്രമല്ല സഞ്ചരിക്കുന്നത്, നമ്മൾ ചിന്തകൾ കൊണ്ട് സഞ്ചരിക്കും. ആദ്യത്തെ സഞ്ചാരം തുടങ്ങുന്ന ചിന്ത കൊണ്ടാണ്. ഇപ്പം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞത് കാലുകൊണ്ടാണ് ഞാൻ ആദ്യം പോയത്. അല്ല, ആദ്യം ചിന്ത കൊണ്ടാണ് പോയത്. അപ്പം ചിന്ത കൊണ്ട് പോകുമ്പോൾ അതൊരു സഞ്ചാരമാണ്. അപ്പം അതുകൊണ്ട് അത് പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ മക്കളെ, കർത്താവേ, ഇന്നത്തെ എൻ്റെ ചിന്തകളെ അങ്ങ് അങ്ങയുടെ തിരുമുറുവാർന്ന് വലത് കരത്താൽ സ്പർശിക്കണമേ. ആ ചിന്തകളെ അങ്ങ് അനുഗ്രഹീതമായ ചിന്തകളാക്കി മാറ്റുകയും എനിക്ക് പ്രയോജനപ്പെടാത്ത ചിന്തകളെ എൻ്റെ മനസ്സിൽ നിന്നും മാറ്റുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുക, ആദരവോടെ നിൽക്കുക. ഓരോ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിക്കണം, ആമേൻ ആമേൻ എന്ന് പറയണം. എന്ന് വെച്ചാൽ ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് സംഭവം. അപ്പോൾ കർത്താവ് മുൻനിർത്തിക്കൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിശ്വാസ പ്രഖ്യാപനമാണ് ആമേൻ. എൻ്റെ കർത്താവെ, അങ്ങയുടെ മക്കൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി കർത്താവ്, ഞങ്ങൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ഇടയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ്,
ഞങ്ങളുടെ ബോഡി മെയിൻ്റെനൻസ്, ശാരീരികമായ മുന്നോട്ട് പോകണതിന് എന്തെല്ലാം വേണം ചെയ്യും. വീട് വേണം, വിവാഹം വേണം, മക്കളെ വേണം, അതുപോലെ തന്നെ ജോലി വേണം, അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം. അതുകൊണ്ട് കർത്താവ് ഇതൊക്കെ നിനക്ക് ആവശ്യമാണെന്നാണ് നീ പറഞ്ഞത്. മറ്റുള്ളവയെന്ന് കൂട്ടി നീ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ അനുഗ്രഹിക്കുന്ന വിഷയമാണെന്ന്. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ പരിധി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പരിധി, ഞാൻ കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ, നിങ്ങളുടെ ശുശ്രൂഷകരെ, നിങ്ങളുടെ സങ്കടങ്ങളെ പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ കൃപാസനത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കർത്താവ്, ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, കരയിലും കടലിലും കൃപാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള എല്ലാ ദൈവ ശുശ്രൂഷകളുടെ ഈടുവെപ്പിന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ പലരും പറ്റണില്ല. അവരുടെ ജീവിത പരാജയങ്ങളും ആ പരാജയങ്ങളുടെ മനസ്സിൻ്റെ ഇടിച്ചിലും കാരണം അവർക്കൊരു സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പോലും വിളിക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയിലുള്ളവരെയും കർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവ്, നീ പാതാളങ്ങളിൽ ഇറങ്ങിയെന്ന് പത്രോസ് പറയുന്നുള്ള കർത്താവ്, ഞങ്ങളുടെ ഹൃദയ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഇറങ്ങണമേ കർത്താവ്. ഞങ്ങളുടെ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് നീ ഇറങ്ങണമേ കർത്താവ്. ഈശോയെ, ഞങ്ങളുടെ തകർച്ചകളിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സുകൾ, നഷ്ടപ്പെട്ടു പോയ വിവാഹ കാര്യങ്ങൾ, ഡൈവേഴ്സിലാകപ്പെട്ടവർ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ വെച്ച് മരിച്ചുപോയവർ, അപോഷം വന്ന് മരിച്ചുപോയവർ, അങ്ങനെ അവരെക്കുറിച്ചുള്ള വേദനകൾ, ഓർമ്മകൾ, ചെറുപ്പമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അമ്മമാരുടെ ദുഃഖങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാതാളങ്ങൾക്ക് ഇറങ്ങി അവരെ വീണ്ടെടുത്തതുപോലെ കർത്താവെ, അവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരശുദ്ധ മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുടി കൊഴിഞ്ഞു പോണത് പോലും കർത്താവ് ഒരു വേദനാജനകമായ അനുഭവമായി പെൺകുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പറയാറുമ്പോൾ ഞങ്ങൾക്കത് അങ്ങയുടെ ദിവസം വെക്കേണ്ട ഒരു വിഷയമായി തോന്നിയിട്ടുണ്ട് ഈശോയെ. സോറിയാസിസ് ബാധിച്ചവരുണ്ട് ഈശോയെ. അതുപോലെ അവരുടെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, പണിയെടുക്കാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ വരുമാനമില്ലാതെയും വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ള വരുമാനത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈശോ മനുഷ്യനെ അനുഭവിക്കുന്നത്. അതെല്ലാം കർത്താവ് കണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, അവരെല്ലാം കർത്താവ് സന്ധിക്കുന്നവർ കർത്താവ് സമാധാനത്തോടെ സന്ധിക്കാനും സമാധാനത്തോടെ അവർക്ക് അത് ചെയ്യാൻ സ്നേഹിക്കുന്നവരും, അതുപോലെ തന്നെ അത് ത്യാഗം ചെയ്യുന്നവർ കർത്താവ്, അതിൻ്റെ പേരിൽ ഒരു വമ്പ് പറയാതെ വീമ്പിളക്കാതെ കർത്താവ്, മറിച്ച് അത് അവരുടെ മറ്റുള്ള മുമ്പിൽ ഞാനില്ലായിരുന്നേ കാണാമായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തെ മറന്ന് സംസാരിക്കത്തില്ലേ. നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ദൈവത്തെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ദൈവത്തെ മറന്ന് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹായം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ സന്ധിക്കുന്നവർ ദൈവത്തിൻ്റെ ഭയത്തോടുകൂടി വേണം ജീവിക്കാൻ. കാര്യം എന്താണ്? അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നിൻ്റെ സ്നേഹം കൊടുക്കുന്ന സുവിശേഷ വേലയ്ക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ ഈ അത്താറിയ നടന്ന 10,000 ആരാധന ശക്തി നീങ്ങിപ്പോട്ട് ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധ സർവ്വേശ്വരനെ നീക്കുവാമേ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് 6:33 എന്ന് പറയുന്ന എപ്പോഴും കേട്ടിട്ടുള്ള വചനമാണ് വായിക്കണത്. പക്ഷെ അർത്ഥം വേറെ ആയിരിക്കും. ഈ ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്നറിയുമോ? ദൈവജനം എല്ലാ ദിവസവും പുതിയ കുഞ്ഞുങ്ങളെ വചനം മാംസമായിക്കൊണ്ടിരിക്കും. വചനം മാംസമാകുക എന്നുള്ളത് അമ്മമാതായി മാത്രം സംഭവിച്ച ഒരു സംഭവമാണ്. പക്ഷേ ഇത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതൊരു വചനമാണെങ്കിൽ ഈ വചനം ജനകോടികളിൽ കോടിക്കണക്കിന് അനുഭവങ്ങളായിട്ട് മാറുമ്പോഴും ഈ വചനം മാംസമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരത്തെ കേൾക്കാം. കൃപാസനത്തിൽ എപ്പോഴും സംഭവത്തത് വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരങ്ങളെയാണ് കേൾക്കുന്നത്. വെച്ചാൽ മനുഷ്യ ജീവിത ബന്ധിയായിട്ടുള്ള വചനത്തെയാണ് നമ്മൾ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. ഇവിടെ കൂടെ 6:33 മത്തായി സുവിശേഷം. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.
ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്തറിയാമോ? അതായത് നമുക്ക് മറ്റുള്ളവ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണല്ല, മറ്റുള്ളവ എന്നും പറയുന്നൊരു സംഭവമുണ്ട്. മറ്റുള്ളവ, ബാക്കിയുള്ളത്. അപ്പം ജീവിതത്തിൽ ഒത്തിരി മറ്റുള്ളവയുണ്ടാവും. എന്താ കാര്യം? ഇപ്പം നമ്മൾ വിവാഹം കഴിപ്പിച്ചൊരു മാളെ വിട്ടു അല്ലേ? അപ്പം ഒരു വീടൊക്കെ വെച്ച് പറയുമ്പോൾ വീട് അവരെ കാണാൻ പോകുമ്പോൾ എന്താ അമ്മമാരെന്ന് പറയും, നാട്ടിലമ്മമാരെന്ന് പറയും നല്ല വാതിൽ കാണാൻ പോകണം. എന്താ അർത്ഥം നമുക്കറിയില്ല. ആദ്യമായിട്ടൊരു കാണാൻ പോയിട അത് സംഭവം. പിന്നെ ഗർഭിണിയായ അമ്മമാരാണെങ്കിലും ബന്ധുക്കളൊക്കെ വയറ് കാണാൻ പോകണമെന്നൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ. കല്യാണം, അതായത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവവചനം അഡ്രസ്സ് ചെയ്യണമെന്ന് നോക്കി. നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൽ മറ്റുള്ളത് ഒന്നും പറഞ്ഞ സംഭവമുണ്ട്. അതായത് റെസ്റ്റ് ഓഫ് ദി തിങ്സ്. Strive first for the kingdom of God. സ്ട്രൈവ് ഫസ്റ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണനയാണ്. എന്താണ്? ദൈവത്തിന് മുൻഗണന കൊടുക്കണം. നിങ്ങൾ വയറ്റി പഴപ്പിന് മുൻഗണന കൊടുക്കുമ്പോഴാണ് സംഗതി നേരെ തലകീഴായി മറിയണത്. അപ്പം ജീവിതം മറ്റുള്ളവ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നല്ല ഈശോ പറഞ്ഞത്. അപ്പം മറ്റുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും അതായത് ദൈവത്തിന് അതിൻ്റെ അകത്ത് മുൻഗണന കൊടുക്കണം. ഇപ്പം നമ്മൾ വീട് വെച്ചാൽ ഉടനെ വെഞ്ചരിപ്പിക്കും അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിക്കൊണ്ട് നേർച്ച കൊടുക്കുന്നത്. അതായത് ദൈവത്തിന് മുൻഗണന കൊടുക്കണം എന്നതിൻ്റെ അർത്ഥം നമ്മുടെ അധ്വാനത്തിന്. ഇപ്പം നമ്മുടെ കൈയൊക്കെ പൊങ്ങണമെങ്കിലും കർത്താവ് എൻ്റെ അനുഗ്രഹം ഉണ്ടായില്ലേ നമുക്ക് വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ചില കണ്ണിൽ കൊണ്ടാണുള്ളത് പിരികത്ത് കൊണ്ടുപോയെന്നൊക്കെ പറയത്തില്ല. എന്താണ്? ദൈവാധീനം എന്നേ പറയത്തുള്ളൂ. ദൈവം രക്ഷിച്ചതാണ്. അപ്പം ദൈവം ഭയമുള്ളവന് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം ഉണ്ടാകാതെ വിനയത്തോടുകൂടി അവൻ്റെ എല്ലാ വീഴ്ചതാഴ്ചകളെയും ഉയർച്ചകളെയും എല്ലാം ദൈവത്തെ കേന്ദ്രീകരിക്കും. അതിന് ആദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും അവർ തീരുമാനം എടുക്കുന്നത്. നവംബർ 11-ാം തീയതി തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കണം. എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാര്യം, ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എൻ്റെ കർത്താവ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്കൊത്തിരി ഒപ്പിടാനും ഓഫീസിൽ കയറാനൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ കർത്താവ് എന്ന് വെച്ചിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സിൽ ചെല്ലണം. അപ്പോൾ നമുക്കറിയാം ഓഫീസ് ജോലിയെല്ലാം ആദ്യം ദൈവത്തിൻ്റെ പേരിലാക്കി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ എല്ലാ കാര്യം ചെയ്യണം. ആദ്യം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. ഇനി കർത്താവിൻ്റെ ഒരു കൈ കൂടി ഇതിൻ്റെ അകത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോവാസ് ആരാണെന്ന് നമുക്കറിയാം. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ബോവാസ് ആണ് റൂത്തിന്, മോവാബുകാരത്തെ റൂത്തിനെ ആ പാടശേഖരത്തിലാണ് ചെല്ലാൻ ദൈവം ഗൈഡ് ചെയ്തത്. എന്നിട്ട് ബോവാസിനെ കുറിച്ച് വന്ന് നവോമിയോട്, അമ്മായിയമ്മയോട് പറഞ്ഞു, ഇന്ന് ബോവാസിൻ്റെ പാടത്തിലാണ് ഞാൻ ചെന്നതെന്ന് പറയും. അപ്പോഴുടനെ നവോമിക്ക് കത്തും. ബോവാസ് നവോമിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ നവോമി പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയും. കാര്യം നവോമിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയും. നവോമി റൂത്തിനോട് പറയത്തില്ല, പക്ഷേ നവോമിക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നതെന്ന്. അവസാനം ബോവാസിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നവോമി പറഞ്ഞിട്ട് റൂത്ത് പ്രകടിപ്പിക്കും. അപ്പോൾ ബോവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ എന്നാണ് വിളിക്കണം. അപ്പോൾ അതൊരു അപ്പൻ്റെ പ്രായമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? മകളെ എന്ന് വിളിക്കണേ. ബോവാസ് ആരാ? റൂത്തിന് പ്രായം കുറവാണ്. 10-20 വയസ്സേ ഉള്ളൂ. അയാൾക്ക് 10-60 വയസ്സുണ്ട്. അത് മകളെ എന്നാണ് വിളിക്കണം. അപ്പം തന്നെ മനസ്സിലാകണ്ടേ? ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. മകളെ, നീ നല്ലവളാണ്, പക്ഷെ നിന്നെ സ്വീകരിക്കാൻ എന്നേക്കാൾ അവകാശമുള്ള ആൾക്കാർ നിൻ്റെ കുടുംബത്തിലുണ്ട്. അതാണ് എന്തൊരു ന്യായമായ ഒരു മനുഷ്യനാണ് അയാൾ. എന്താ പ്രശ്നം? മഹ്ലോൻ, ഇസ്രായേലിൻ്റെ നിയമം എന്താ വെച്ചാൽ, മഹ്ലോൻ ഈ നവോമിയുടെ മകനാണ്. മരിച്ചാൽ അവൻ്റെ വസ്തുക്കൾ കടത്തിപ്പോയതാണ്. അപ്പോൾ അവൻ്റെ വൈഫിനെ സ്വീകരിക്കുന്നവൻ കടത്തിൽ നിന്ന് വസ്തുവിനെ വീണ്ടെടുക്കേണ്ടി വരും. അപ്പോൾ ആ വസ്തുവിനെ വീണ്ടെടുക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോവാസ് പറയും, നിൻ്റെ കുടുംബത്തിലെ ഞാനല്ല അവകാശി, നിൻ്റെ അവകാശി, നിന്നെ സ്വീകരിക്കേണ്ട ആൾ വേറെയുണ്ട്, അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ രണ്ടാം അവകാശമായിട്ട് എനിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ. നാളെ പട്ടണത്തിലെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആളെ നിൻ്റെ അവകാശം, നിൻ്റെ മഹ്ലോൻ്റെ സ്ഥാനത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ വസ്തുവല്ലേ, അത് വീണ്ടെടുക്കേണ്ടതാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അത് വീണ്ടെടുക്കേണ്ട ആളിന് അത് വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറയും. അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ അയാളെ കണ്ടുപിടിക്കും.
ബോവാസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കും. അയാളെ കണ്ടുപിടിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് ബാധ്യതയൊക്കെ ഉണ്ട്, തന്നെയല്ല എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം പോകുന്ന ഒരു പരിപാടിയാണത്, അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറയും. അങ്ങനെയാണ് ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുകയും മഹ്ലൂലിൻ്റെ വസ്തു പണം കൊടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആ വിഷയം അവസാനിക്കണില്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ട് തന്നെ പിന്നീട് ദൈവം ഇവളെ അങ്ങ് മകളായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. ആ ഒരു വാക്ക് നമ്മുടെ നാക്കുകൊണ്ട് എന്ത് പറയുന്നു, അപ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണത്. ബോവാസ് റൂത്തുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ അവർ സംയോജിച്ച് കഴിയുമ്പോൾ ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റൂത്ത് 4:13 ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവന്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ പ്രശ്നം, അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവർക്ക് 60 വയസ്സും 60 വയസ്സും 16 വയസ്സുമാണ്. ഇവിടെ എന്താ പ്രശ്നം? കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ, വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, അതുകൊണ്ടാണ് റൂത്ത് 4:13 പറയണത്. അവൻ അവളെ പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടായ ജൈവശാസ്ത്രപ്രകാരമുള്ള ജഡികസന്തതി അല്ല ജനിച്ചിരിക്കണത്. ആരാ ജനിച്ചിരിക്കണത്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. പറഞ്ഞേ, വായിച്ചോളൂ. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവിടെ എന്താണ് ഇന്ന് 28-26 വയസ്സുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് 26 വയസ്സ് ആയിട്ട് മക്കളില്ല? പിന്നെ എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ മക്കളുണ്ടാകണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോടെ സാക്ഷ്യം എന്താ? ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് 12 കൊല്ലം മക്കൾ കഴിഞ്ഞവർക്ക് ഒറ്റ ലൈറ്റ് ക്യാൻഡിലാണ് എന്താണ് മക്കളുണ്ടാകണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായമോ, നിങ്ങൾക്ക് ബീജമുണ്ടോ, അണ്ടമുണ്ടോ, അല്ലെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങിയതാണോ വലുതാണോ, ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല. നിങ്ങളുടെ പ്രായം കവിഞ്ഞവരാണ്, നിങ്ങളുടെ രണ്ടുപേരും പ്രായം കവിഞ്ഞതാണോ, ഇതൊന്നും വേദപുസ്തകം കാര്യമാക്കുന്നില്ല. കാര്യമാക്കണത് എന്താണ്? കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു മനസ്സില്ലേ, അതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ 3 കാര്യങ്ങൾ നടക്കുന്നത്. അഹാബിന് ബോവാസിന് വയസ്സെത്രയാണ്? 60 മേൽ വയസ്സാണ്. റൂത്തിന് 20 വയസ്സാണ്. ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകണത്? റൂത്ത് 4:13 അനുസരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതിന് റൂത്ത് എന്തുകൊണ്ടാണ് റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ്? ദൈവത്തോടുള്ള അവളുടെ സ്നേഹമാണ്. അപ്പോഴെന്താണ്? ബോവാസിന് 60 വയസ്സുണ്ട്, മെരിറ്റില്ല. അതാണ് സംഭവം. ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത്. ബോവാസിന് ഒരു കുട്ടി ഉണ്ടാകാനുള്ള മെരിറ്റില്ല, പ്രായം കവിഞ്ഞ ആളാണ്. പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതാണ് 2:3 കൈയടിച്ച് കർത്താവിന് ശ്രുതിക്കട്ടെ. അപ്പോൾ ഉടമ്പടി ഒന്നാമതായിട്ട് വർക്ക് ചെയ്യണത് ഗലാത്യർ 5:22 അനുസരിച്ചുള്ള ആഹബ് അനുസരിച്ചാണ്. സ്നേഹം, ദൈവസ്നേഹം അനുസരിച്ച് വർക്ക് ചെയ്യണത്. ദൈവസ്നേഹമാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ചെയ്താലും മിനിമം ദൈവസ്നേഹം ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ചുകൊണ്ട് നോട്ട് ബൈ മെരിറ്റ് വർക്ക് ചെയ്യും. ഇപ്പോൾ മക്കളില്ലാത്തൊരു 10 പേര് കുടുംബങ്ങൾ ഒരു ദിവസം ഇവിടെ വരും. പക്ഷേ ഈ മക്കളില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് വർക്ക് ചെയ്യണമെന്ന്. ആ ചിലപ്പോൾ കുറച്ച് 10-20% ബാക്കി 80% ദൈവസ്നേഹത്തിൽ അവർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി പ്രസംഗം എല്ലാം ആഹബ് കൊണ്ടാണ് ടൈം ഷോർട്ടണിങ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ലൈറ്റ് വെയിറ്റിംഗ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. കൈയടിച്ച് പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഉടമ്പടി കാലത്തിൻ്റെ ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ ബേസ്മെൻ്റ് എന്താണ്? ഉടമ്പടി ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യാശയാണ്. സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലാകും. അതിന് പ്രത്യേക ജാതിയെന്നോ വിശ്വാസമൊന്നുമില്ല. ആരാണ് യേശുവിലൂടെ പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങളിലെ, യേശുവിലൂടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലെ ആർക്കാണ് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്നത്? അവർക്കെല്ലാം ഉടമ്പടി അനുഭവവേദ്യമാവുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മണത്തറിയാൻ പറ്റുകയും ചെയ്യും. ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് വിപിൻ്റെ സാക്ഷ്യമാണ്. വിപിനൊരു പയ്യൻസാണ്, ബിടെക്. വിപിൻ്റെ സാക്ഷ്യങ്ങൾ പ്രാധാന്യം വരുന്നത് വിപിൻ്റെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു.
20 സപ്ലി എഴുതേണ്ടി വരുമ്പോൾ അതിൻ്റെ അരിയർ കാരണം അവന് അത് പറ്റാത്തൊരവസ്ഥ വന്നു. 20 സപ്ലി എഴുതണം, 20 പേപ്പർ അരിയറുണ്ട്, കുടിശ്ശികയുണ്ട്. അപ്പോൾ ഒരു പേപ്പർ പോലും അവന് എഴുതാനത് മാനസികാവസ്ഥയില്ല, അതിന് ഓർമ്മ കിട്ടണില്ല, അതിന് കോൺഫിഡൻസ് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഇല്ല എന്നുള്ളത്, വീഞ്ഞ് ഇല്ല എന്നുള്ള ഒരു ഇല്ലായ്മയിൽ മാതാവ് ഒളിപ്പിച്ച് വെച്ച കുറേ ഈ ഏത് കാലം സൂര്യൻ ഉണ്ടാകുന്ന അത്രയും കാലമുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ ഇല്ലായ്മകളെ അമ്മ ഒരൊറ്റ ഇല്ലായ്മയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മദ്യം സമർപ്പിച്ചിരിക്കുന്നു. കൈയിട്ടിച്ച് ഇവിടെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഭിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് പതുക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ കാണുന്ന വചനം 2 കൊരിന്ത്യൻസ് 1:20. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ഏറ്റു പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഏറ്റു പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ശേഷം പറഞ്ഞായിരുന്നു എത്ര വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കണം മനുഷ്യരാശിക്ക്. 8852 വാഗ്ദാനം. രണ്ട് വാഗ്ദാനങ്ങളാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും എന്താ പറയണത്? ക്രിസ്തുവിൽ എന്താണ്? അതെയാണ്. അതാണ് ഈ പരിശുദ്ധ അമ്മ ഈ വീഞ്ഞു തീർന്നു പോകുന്ന കുഞ്ഞു കാര്യത്തിന് പോലും യേശുവിനെ സമീപിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ നെയ്മാണ്, ഒറ്റ പേരാണ് ക്രിസ്തു. അമ്മയ്ക്കത് പരിശുദ്ധാത്മാവാണ് നൽകിയത്. ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മോട് കാണിക്കുന്ന ഒരു സമ്മാനമാണ്. ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. പറഞ്ഞേ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും. യെസ്, അതേ ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കൈ നെഞ്ചത്ത് വെക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ക്രിസ്തുവിനെ അറിയാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതേ എന്ന് ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്താ ഗുണമെന്നറിയാമോ? അപ്പോൾ അതുകൊണ്ട് ഈ 2 കൊരിന്ത്യൻസ് 1:20 ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അത് ആണെങ്കിൽ, അതുകൊണ്ട് എന്താ പറയണത്? അതുകൊണ്ട് എന്താണ് സഭയുടെ പ്രത്യുത്തരം? എന്താ? താഴെ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. കൈയിടിച്ച് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒരു വചനമാണിത്. നമ്മളിപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യുവേൻ. അതെന്തിനുള്ളതാണ്? അത് എന്തിനുള്ള ഒരു പോംവഴിയാണ്? ഈ 2 കൊരിന്ത്യൻസ് 1:20 എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ചുരുക്കെഴുത്ത്, ഒരു പോംവഴിയാണ്, ഒരു സൂത്രവാക്യമാണ്, ഒരു കുറുക്ക് വഴിയാണ്. എന്താണ്? ദൈവമഹത്വത്തിന് അവൻ വഴി ആമീൻ പറയുക. മനസ്സിലായി? ഈ പ്രേക്ഷിത പ്രവർത്തനം ആമീൻ പറച്ചിലാണ്. പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യണില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ദൈവമഹത്വത്തിനുള്ള ആമീൻ പറച്ചിലാണ്. എന്താണ്? അവൻ പറയണത് പോലെ ഞങ്ങൾ ചെയ്തോളാം. അവൻ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ സംഭവിക്കുന്നത്? ദൈവമഹത്വത്തിന് നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യുകയാണ്, ആമീൻ പറയുകയാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു വിഭിൻ്റെ സാക്ഷ്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പരിശുദ്ധാത്മാവ് വരുമായിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ചിഞ്ചു എന്ന് പറഞ്ഞുള്ള അതിരപ്പള്ളിയിലുള്ള ഒരു ST സ്റ്റുഡൻറ്റിനാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അയാളെ
ഷെഡ്യൂൾ ട്രൈബ് എന്ന് ഞാൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുകയല്ല, ആ കുട്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ആ രീതിയിലാണ് ഞാൻ ഷെഡ്യൂൾ ട്രൈബാണ്, പക്ഷേ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. വില്ലേജ് ഓഫീസർ ചെല്ലുമ്പോൾ ഓരോ തരത്തിലുള്ള തകരീടകളെ പറഞ്ഞിട്ട് എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ പോവുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ ഹൈക്കോടതി തന്ന സർട്ടിഫിക്കറ്റ് PSC അംഗീകരിക്കണില്ല. അതാണ് അവരുടെ പ്രശ്നം. ജോലി പ്രശ്നമാണ്. അവളുടെ ജോലിയിൽ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതാണ് പ്രശ്നം. ലിസ്റ്റിൽ അവളുടെ പേരുണ്ട്, പക്ഷെ അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കൃത്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ കൊടുക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളോ ന്യായങ്ങളോ ഉണ്ടാവും. എന്തുമായിക്കോട്ടെ, ഇവളുടെ ജീവിതം വലയുകയാണ്. അവൾ നേരെ അത് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ PSC അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവിടെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ PSC അംഗീകരിക്കാത്ത കാരണം അവർ വീണ്ടും കളക്ടറിൻ്റെ അടുത്ത് പോകും. കളക്ടർ ആ അപേക്ഷ ഇവരുടെ തന്നെ SC/STയുടെ പ്രത്യേക ട്രൈബ്യൂണലുണ്ട്, അതിലേക്ക് വിടും. അവർ വിജിലൻസൊക്കെ വെച്ച് വിഷയം, നിസ്സാര കാര്യമല്ലേ, വിജിലൻസൊക്കെ വെച്ച് വിഷയം അന്വേഷിക്കും. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡായിട്ട് നല്ല ശരിക്കും ഇതിനോട് ലിസ്റ്റ് ക്യാൻസലാകുന്നുണ്ട്. ഇതിനൊരു ലിസ്റ്റ് ക്യാൻസലാകുന്നു. പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല. അങ്ങനെയാണ് പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഈ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അവളിവിടെ വന്നിട്ട് ഒരു 5 കാശ് രൂപ മേടിച്ച് എടുക്കും വെഞ്ചരിച്ചത്. അപ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറയും 10 മേടിക്കാൻ പറയും. 10 മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശ് രൂപ വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവൾ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവൾ കാശ് രൂപ മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു സാക്ഷ്യം പറയുമ്പോൾ. പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ. ഈ കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഇതിൽ ഒരു കാശിനും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയുന്നത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ കൂടെ പോക്കേ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, അതായത് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ ഈശോന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. കാശ് രൂപ, ഒരു കാശ് രൂപ കൊടുക്കും, നല്ലൊരു 10 കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചുന് ഇത്രയും സ്പീഡായിട്ട് ഈ വരുന്ന സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആകും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 B പോയിൻ്റാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമേൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമേൻ പറയണത്? ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമ്മൾക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും.
വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റ് അല്ലേ അരിയർ വന്നിരിക്കുന്നത് ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ, ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ സാക്ഷ്യത. എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അവൻ കൊണ്ട് ആരോ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു, കണ്ടു നോക്കി, ഒരാളിനെ തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ, നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. വിപിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കിയേ. ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിൻ്റെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യ കാര്യങ്ങൾ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിന് മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവൃത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന്, ക്രിസ്തു അതേ എന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡെപ്റ്റ് നടപടിയാണ്, അല്ലെ നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷേ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റിന് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്കൽ കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും നിന്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ, എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നമുക്ക് വാഗ്ദാനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് അടുത്ത വചനം. ഇതിനോട് ചേർന്ന് വരുന്ന വചനം ഹെബ്രായ ലേഖനം 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇതാണ് ഉടമ്പടി നിർവർത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിന് അതേ എന്ന് പറയുന്നത് എന്തിനാണ്? വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ്.
മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്രയും വേഗം നിറവേറാൻ വേണ്ടിയുള്ള ദൈവികമായ നടപടികളുടെ സൂത്രവാക്യങ്ങളാണ് ബൈബിൾ വാക്യങ്ങൾ വായിക്കുന്നത്. ഇപ്പൊ എന്താ വായിക്കാൻ പോണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴിയാണത്. എന്താണ്? ഒന്ന്, നമ്മോട് വാഗ്ദാനം ഇതേ ലേഖനം ഏതാണ്? ഹെബ്രായ ലേഖനം. ആരെഴുതിയാണ്? പൗലോസ് അപ്പോസ്തലൻ. എത്രാം വാക്യമാണ്? 10-ാം വാക്യം. എത്രാം വചനമാണ്? 23. എന്താ പറയണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞേ. എന്താ അവന്റെ പ്രത്യേകത? വിശ്വസ്തൻ. അല്ലേ? അതെ. അതിപ്പോ 2 തിമോത്തി 2:13 എൻ്റെ വചനം. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ അച്ഛൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടിക്ക് വിശ്വാസമല്ല വേണ്ടത്, പിന്നെ എന്താണ്? വിശ്വസ്തതയാണ് വേണ്ടത്. എന്താണ് വിഷയം? വിശ്വസ്തതയാണ് പ്രോബ്ലം വരുന്നത്. ഉടമ്പടിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് അച്ഛൻ്റെ നമുക്കറിയാമല്ലോ. നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഉപയോഗിക്കുന്നു, വിമാനത്തിൽ ഏവിയേഷൻ ഓയിൽ ഉപയോഗിക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസമാണ്. പക്ഷേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ്, വിപിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. എന്താ പറ്റണത്? ഇവന് 20 അരിയറല്ലേ ഇല്ലേ? അത് എടുത്താൽ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ ബിയോട്ടിക്കാരുടെ വരുമ്പോഴല്ലോ നിങ്ങൾ കൂടിപ്പോയാൽ എത്രണ്ണം കിട്ടാൻ പറ്റും? ഒരു 10,000 കിട്ടും, 10 കിട്ടും. കഷ്ടപ്പെട്ട് പിടിച്ചാൽ 10 കിട്ടുമായിരിക്കും. പിന്നെ 10 എഴുതാൻ വേറെ അടുത്ത സെമസ്റ്റർ നോക്കേണ്ടി വരും. പണിയായിരിക്കും ഇത്. പെട്ടുപോയാൽ പണിയാണ്. പക്ഷെ നീ പെട്ടുപോയാൽ പണിയാകാതിരിക്കാനാണ് നിനക്ക് അമ്മയെ തന്നിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വസ്തത? ഇപ്പോൾ 2 തിമോത്തി 2:13 നമ്മൾ വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ടേ എന്താ കാര്യം അറിയാമോ? ഇതിനകത്തൊരു പ്രോബ്ലം അനുഗ്രഹവും, അച്ഛൻ നേരത്തെ പറഞ്ഞൊരു അനുഗ്രഹവും ആ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയും 2 വിഷയമാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹം ഇപ്പം നിങ്ങളൊരു മിഠായി കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂട്ടി നിങ്ങൾ ചോറുണ്ണാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി അമ്മ നമുക്ക് വെച്ച് തന്നിട്ടുള്ള പണ്ട് പോലെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തതാണ്. രുചിയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ സങ്കല്പമാണല്ലോ. രുചി അതിൽ തന്നെ രുചിയല്ലല്ലോ, അതൊരു ഇൻ്റലക്ച്വൽ. നമുക്ക് പണ്ട് സേവ് ചെയ്ത സംഭവങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ സ്വാഭാവിക ബുദ്ധി അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ബുദ്ധി നമുക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മളോട് ബുദ്ധി പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു. അതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആ പ്രോസസ്സ് എന്ത്, രുചിയുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും പിന്നെ നാക്കിന് രുചി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് രസന എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ബഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇവന് സെൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ രുചി രസം നമുക്ക് നൽകേണ്ടത് ബുദ്ധിയല്ലേ? കാര്യം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രസങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ബുദ്ധിയിലല്ലേ? അപ്പോൾ അതുകൊണ്ട് തലച്ചോറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ ഒരു പ്രക്രിയ. എങ്കിലും ചില സമയത്ത് നമ്മൾക്ക് അമ്മ വെച്ച് തന്നത് തന്നെ ടേസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഊണ് കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് വല്ല പനിയോ വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും. ഇല്ലേ? മനസ്സിലായില്ലേ? അല്ലേ? പനി വന്നു കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊന്നും രുചി ഉണ്ടാകത്തില്ല. ഇതുപോലെയാണ് വിശ്വസ്തത നമുക്കില്ലെങ്കിലും ദൈവം വിശ്വസ്തനായത് കാരണം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് തരും, അനുഗ്രഹം കിട്ടും. പക്ഷേ അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യത ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർ ഈ 50 കൊല്ലം ജോലി എടുത്തിട്ടും അവസാനം കയ്യിലൊന്നും ഇല്ലായിരിക്കണം. എന്തുകൊണ്ടാണ്? 50 കൊല്ലം ജോലി എടുത്തിട്ടില്ലേ? സർക്കാരിൽ 55-ാമത്തെ 58-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലില്ല ഒന്നും. അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല പൈസ എങ്ങോട്ടൊക്കെ പോയെന്നൊരു പിടിയില്ല, സംരക്ഷണമില്ല അതിന്. നിങ്ങൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ജോലി, വീട്, വിവാഹം, വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാതെ കിട്ടിയല്ലോ, എനിക്ക് പ്രാർത്ഥിച്ച് തന്നെ കിട്ടിയത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് എവിടെയെങ്കിലും ലിങ്കൊക്കെ പോകും. പക്ഷേ ലിങ്ക് പോകാത്തൊരു സംഭവമുണ്ട്. എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം മേടിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഈ കന്നഡ ഇങ്ങനെ ഊരണമെങ്കിൽ പോലും കർത്താവ് കന്നഡ ഊരണമെന്ന് മനസ്സിലെങ്കിലും ഞാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴി അതാണ്.
നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കച്ചിത്തുരുമ്പ് പൊക്കണത് പോലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട് സമർപ്പിക്കണം. ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ്. അവർ വെൽത്ത് ആൻഡ് അവർ എബിലിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യണം? ആയുധധാരിയായ ബലവാൻ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആയുധധാരിയായ ബലവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ക്രിസ്തുവാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക.